Hi students, welcome to today's chemistry class, aldehydes, ketones and carboxylic acid, part 2. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ പറ്റിയും അവയുടെ പ്രിപ്പറേഷനെ പറ്റിയുമാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. നമുക്കറിയാം ഏറ്റവും ചെറിയ ആൽഡിഹൈഡാണ് ഫോർമാൽഡിഹൈഡ്, അത് കഴിഞ്ഞിട്ടുള്ളതാണ് അസറ്റാൽഡിഹൈഡ്. ഈ രണ്ട് ആൽഡിഹൈഡും ഗ്യാസസ് ആണ്. റൂം ടെമ്പറേച്ചറിനകത്ത് ഫോർമാൽഡിഹൈഡും അസറ്റാൽഡിഹൈഡും ഗ്യാസസ് ആണ്. അതുപോലെ കാർബൺ C3 മൂന്നാമത്തെ കാർബൺ, അതായത് നമ്മൾ C3 ത്രൂ C11 വരെയുള്ള ആൽഡിഹൈഡ്സ് ലിക്വിഡ്സ് ആയിരിക്കും. ആൻഡ് ദ ഹയർ ആൽഡിഹൈഡ്സ് ആർ സോളിഡ്സ്. ഏറ്റവും ലോവസ്റ്റ് മെമ്പേഴ്സ് ഗ്യാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് C3 തൊട്ട് C11 വരെയുള്ള ആൽഡിഹൈഡ്സ് അവര് ലിക്വിഡ്സ് ആണ്. ആൻഡ് ഹയർ ആൽഡിഹൈഡ്സ് ആർ സോളിഡ്സ്. ദ പ്രസൻസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്സ് ടെൻസ് ടു ലോവർ ബോത്ത് ബോയിലിംഗ് പോയിന്റ്സ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്സ്. ആൽഡിഹൈഡ്സ് ഗ്രൂപ്പിനകത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ആൽക്കൈൽ ഗ്രൂപ്പ്, ദ പ്രസൻസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ടെൻ ടു ലോവർ ബോത്ത് ബോയിലിംഗ് പോയിന്റ്സ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്സ്. ഇവിടെ ആൽഡിഹൈഡ്സിനകത്ത് ഏറ്റവും ചെറിയ ആൽഡിഹൈഡ് ആയിട്ടുള്ള C1 C2 ഫോർമാൽഡിഹൈഡും അസറ്റാൽഡിഹൈഡും ഗ്യാസസ് ആണ്. അതുപോലെ ബാക്കിയുള്ള C3 തൊട്ട് C8 വരെയുള്ള ആൽഡിഹൈഡ്സ്, അങ്ങനെ അത്രയും കാർബൺ കണ്ടെയ്നിങ് ആൽഡിഹൈഡ്സ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അതുപോലെ കീറ്റോൺസിന് നമുക്കറിയാം C1 C2 ഇല്ല, C3 തൊട്ടാണ്. അവര് ആ C3 തൊട്ട് C8 വരെയുള്ളത് നമുക്ക് ലിക്വിഡ് ആയിട്ടാണ് കാണുന്നത്, കീറ്റോണിന്റെ ലിക്വിഡ്. അത്തരം ഗ്യാസ്, ലിക്വിഡ്, ഏറ്റവും ഹയർ മെമ്പേഴ്സ് എല്ലാം സോളിഡ് ആയിരിക്കും. The boiling point of aldehyde and ketones are intermediate between those of alcohols and alkanes of similar molecular mass. ആൽക്കൈൻസും ആൽക്കഹോൾസിന്റെയും ഇടയ്ക്കായിരിക്കും ഇവയുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ ആൽക്കൈൻസ്. ആൽക്കൈൻസിനെ അപേക്ഷിച്ച് ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ഹയർ ബോയിലിംഗ് പോയിന്റ് ആണ്. കാരണം ഡൈപോൾ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്. കാർബോണിൽ ഗ്രൂപ്പ് പോളാരിറ്റി മേക്സ് ദിസ് ഡൈപോൾ ഇന്ററാക്ഷൻ പോസിബിൾ. ആൽക്കൈൻസിനകത്ത് ഡൈപോൾ ഇന്ററാക്ഷൻ ഇല്ല. നമുക്കറിയാം ആൽഡിഹൈഡിനകത്ത് കീറ്റോൺസിനകത്ത് CO ഗ്രൂപ്പ് ഉണ്ട്. CO ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ ഡൈപോൾ ഇന്ററാക്ഷൻ വരുന്നത് കൊണ്ടാണ് അവിടെ ബോയിലിംഗ് പോയിന്റിന് കൂടുതലായിട്ട് വരുന്നത്. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ആൽക്കൈന്, ആൽഡിഹൈഡ്, ആൽക്കഹോള്. ആൽക്കൈൻ എന്ന് പറഞ്ഞാല് അതിന്റെ ഈതേന്റെ മോളിക്കുലർ മാസാണ് 30. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാല് മെഥനാൾ എടുക്കുവാണ്. മെഥനാൾ അത് ഏറ്റവും ചെറിയ ആൽഡിഹൈഡാണ്. അതിന്റെ മോളിക്കുലർ മാസ് 30. ആൽക്കഹോൾ എന്ന് പറഞ്ഞാല് 32. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിട്ട്, ആൽക്കൈന്റെയും ആൽക്കഹോളിന്റെയും ഇടയ്ക്കായിട്ട് വരും ആൽഡിഹൈഡിന്റെ മോളിക്കുലർ മാസ്. ശ്രദ്ധിച്ചേ, എന്ന് പറഞ്ഞാല് നമുക്കറിയാം 30 മോളിക്കുലർ മാസ് രണ്ടിന്റെയും 3 പേരുടെ ഏകദേശം തുല്യമായിട്ട് വരും. ആൽക്കൈൻ, ആൽഡിഹൈഡ്, ആൽക്കഹോൾ. ഇനി ബോയിലിംഗ് പോയിന്റ് ആണ് ഇടയ്ക്ക് വരുന്നത്. ബോയിലിംഗ് പോയിന്റ് ആൽഡിഹൈഡിന്റെ -21 ആണ്. ആൽക്കൈനിന്റെ കുറവാണ്, -89 ആണ്. -21 കൂടുതലാണ് ആൽക്കഹോൾ 65. എന്നാൽ ആൽക്കഹോളിന്റെയും ആൽക്കൈന്റെയും ഇടയ്ക്കുള്ള ബോയിലിംഗ് പോയിന്റ് ആണ് ആൽഡിഹൈഡ് വരുന്നത്, സെയിം മോളിക്കുലർ മാസ് ഉള്ളതിന്റെ. അടുത്താണ് ആൽക്കൈൻ പ്രൊപ്പൈൻ ആണ്. അതിന്റെ മോളിക്കുലർ മാസ് 44. ആൽഡിഹൈഡിന്റെ എഥനാള്, അതിന്റെ മോളിക്കുലർ മാസ് ആണ് 44. ആൽക്കഹോൾ ഏകദേശം തുല്യം 46 ആണ് മോളിക്കുലർ മാസ്. ബോയിലിംഗ് പോയിന്റ് ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ആയിട്ടുള്ളത് എഥനോളിനാണ്. അതിന്റെ എഥനോളിന് താഴെയാണ് എഥനാളിന്, ആൽഡിഹൈഡിന്. അത് കഴിഞ്ഞ് ഏറ്റവും കുറവാണ് നമ്മുടെ ആൽക്കൈന്, -42 ഉള്ളൂ പ്രൊപ്പൈന് വരുന്നത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബോയിലിംഗ് പോയിന്റ് ആൽഡിഹൈഡിന്റെ ആൽക്കൈനും ആൽക്കഹോളിനും ഇടയ്ക്കായിരിക്കും. ആൽക്കഹോളിന് ആൽഡിഹൈഡിനേക്കാളും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. ആൽക്കൈന് ആൽഡിഹൈഡിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവാണ്. ഓക്കെ, അടുത്തത് ബ്യൂട്ടൈന്റെ മോളിക്കുലർ മാസ് 58 ആണ്. പ്രൊപ്പനാൽ അടുത്ത ആൽഡിഹൈഡ് ആണ്, അതും 58 ആണ് മോളിക്കുലർ മാസ്, ഏകദേശം സിമിലർ ആണ്. ഇനി ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ -1 ആണ് ബ്യൂട്ടൈന്റെ, 49 ആണ് പ്രൊപ്പനാൽ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൽഡിഹൈഡായ പ്രൊപ്പനാളിനാണ് കൂടുതൽ ആൽക്കൈനായ ബ്യൂട്ടൈനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. ഇനി ആൽക്കഹോൾ 1 പ്രൊപ്പനോളിന്റെ
മോളിക്കുലർ മാസ് 60 ആണ്. 60ന്റെ ബോയിലിംഗ് പോയിന്റ് 97 ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വന്നിരിക്കുന്ന ആൽക്കഹോളായ 1 പ്രൊപ്പനോളിലാണ്. ഇത് നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാം, ആൽഡിഹൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആൽക്കഹോളിന്റെയും ആൽക്കൈന്റെയും ഇടയ്ക്കായിരിക്കും. ആൽക്കഹോളിന് ആൽഡിഹൈഡിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ, ആൽക്കൈന് ആൽഡിഹൈഡിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവ്. വാട്ടർ മോളിക്യൂൾസ് ക്യാൻ ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ മോളിക്യൂൾ. ഇപ്പൊ നമുക്ക് വെള്ളത്തിനകത്ത് ഇടുവാണെങ്കിൽ ആൽഡിഹൈഡ് ഇവിടെ ആണെങ്കിൽ വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നു. ആൽഡിഹൈഡ് വാട്ടർ ഹൈഡ്രജൻ ബോണ്ടിങ്, അതുപോലെ കീറ്റോൺ വാട്ടർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നു. വാട്ടർ മോളിക്യൂൾ ക്യാൻ ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ മോളിക്യൂൾ. ദിസ് ഹൈഡ്രജൻ ബോണ്ടിങ് കോസ് ലോ മോളിക്കുലർ മാസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ടു ബി വാട്ടർ soluble. As the hydrocarbon portion get larger, the water solubility of aldehyde and ketone decreases. ചെറിയ ചെറിയ ആൽഡിഹൈഡ്സും കീറ്റോൺസും എല്ലാം വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു. എന്നാൽ ഹൈഡ്രോകാർബൺ പോർഷൻ ലാർജർ ആവുമ്പോൾ ദ വാട്ടർ സോലിബിലിറ്റി ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ഡിക്രീസസ്. ഇതിന്റെ സോലിബിലിറ്റിക്ക് കാരണം എന്താണ്? ഇവിടെ വാട്ടർ മോളിക്യൂളും ആൽഡിഹൈഡ് ഗ്രൂപ്പും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നതാണ് കാരണം. ഇപ്പം ഏറ്റവും ചെറിയ ആൽഡിഹൈഡായ മെഥനാൽ എടുക്കുകയാണെങ്കിൽ വെരി സോലിബിൾ ആണ്. എഥനാൽ ഇൻഫിനിറ്റ് ആണ്. പ്രൊപ്പനാൽ തൊട്ട് അതിന്റെ സോലിബിലിറ്റി കുറഞ്ഞു വരുന്നു. എന്നാൽ ഒക്ടനാൽ ആകുമ്പോൾ അത് ഇൻസോലിബിൾ ആകുന്നു. ഇനി കീറ്റോൺ ആണെങ്കിൽ പ്രൊപ്പനോൺ ഇൻഫിനിറ്റ് ആണ് ഏകദേശം. അത് കഴിഞ്ഞ് 2 ബ്യൂട്ടനോൺ തൊട്ടിങ്ങനെ സോലിബിലിറ്റി കുറഞ്ഞു വരുന്നു. 2 ഒക്ടനോൺ ആകുമ്പോൾ അത് ഇൻസോലിബിൾ ആകുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, വലിപ്പം കൂടുന്തോറും അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വലിപ്പം കൂടുന്തോറും അതിന്റെ സോലിബിലിറ്റി കുറയുന്നു. Aldehydes and ketones have lower boiling point than the corresponding alcohol because no hydrogen bonding occurs as it does with the alcohol. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയായിരുന്നു ആൽഡിഹൈഡ്സ് കീറ്റോൺസിനും ലോവർ ബോയിലിംഗ് പോയിന്റ് ആണ് ആൽക്കഹോളിനെ അപേക്ഷിച്ച്. കാരണം ബിക്കോസ് നോ ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കേഴ്സ് ആസ് ഇറ്റ് ഡസ് വിത്ത് ആൽക്കഹോൾസ്. ആൽക്കഹോൾസിനകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, എന്നാൽ ആൽഡിഹൈഡിനകത്തും കീറ്റോൺസിനകത്തും ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. ഡൈപോൾ അട്രാക്ഷൻസ് ആർ വീക്കർ ഫോഴ്സസ് ദാൻ ഹൈഡ്രജൻ ബോണ്ട്. ആൽക്കഹോളിനെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ബോണ്ടിങ് ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവ്. ലോ മോളിക്കുലർ മാസ് ആൽഡിഹൈഡ് ഹാവ് പഞ്ചന്റ് പെനിട്രേറ്റിംഗ് അൺപ്ലസന്റ് ഓർഡേഴ്സ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് പറയാണ്. ഹയർ മോളിക്കുലർ മാസ് ആൽഡിഹൈഡ്സ് എബവ് C8 കാർബൺ 8ൽ കൂടുതലുള്ള കാർബണുള്ള ആൽഡിഹൈഡിന് ആർ മോർ ഫ്രാഗ്നന്റ്, എസ്പെഷ്യലി ബെൻസാൽഡിഹൈഡ് ഡെറിവേറ്റീവ്. കീറ്റോൺസ് ജനറലി ഹാവ് പ്ലസന്റ് ഓർഡേഴ്സ് ആൻഡ് സെവറൽ ആർ യൂസ്ഡ് ഇൻ പെർഫ്യൂംസ് ആൻഡ് എയർ ഫ്രഷ്നേഴ്സ്. നല്ല സ്മെല്ലാണ് ആൽഡിഹൈഡിനും കീറ്റോൺസിനും ഒക്കെ. ഇത്രയൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സും കീറ്റോൺസും എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ആദ്യത്തെ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ആൽക്കഹോൾ ഓക്സിഡേഷൻ. നമുക്ക് ആൽക്കഹോളിനെ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെ ഒരു ചെറിയ കുഞ്ഞനുജനായിട്ട് നമുക്ക് കരുതാം. ആൽക്കഹോൾ ഓക്സിഡേഷൻ, ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തുവാണെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോണും ഒക്കെ ആകാം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആൽഡിഹൈഡ് ആകണമെങ്കിൽ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തണം. ഓക്സിഡേഷൻ നടത്തേണ്ടത് പൊട്ടാസ്യം പെർമാനേറ്റോ അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റോ വെച്ചാണ്. K2Cr2O7 ആൻഡ് KMnO4 ആർ കോമൺ ഓക്സിഡൈസിങ് ഏജന്റ്. ഇങ്ങനെ ഈ ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജന്റ് വെച്ച് വേണം പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കാൻ സാധിക്കും. ഇനി കീറ്റോൺ ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ സെക്കൻഡറി ആൽക്കഹോളിന് തന്നെ ഓക്സിഡേഷൻ നടത്തണം. സെക്കൻഡറി ആൽക്കഹോളിന് ഇതൊന്ന് ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൽഡിഹൈഡിനെ കിട്ടണമെങ്കിൽ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തണം. കീറ്റോണിനെ കിട്ടണമെങ്കിൽ സെക്കൻഡറി ആൽക്കഹോളിനെ തന്നെ ഓക്സിഡേഷൻ നടത്തണം. എന്താണ് പ്രൈമറി ആൽക്കഹോൾ സെക്കൻഡറി ആൽക്കഹോൾ തമ്മിൽ വ്യത്യാസം? പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന കാർബൺ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തുള്ളൂ. അതിനെ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡേ കിട്ടത്തുള്ളൂ. ഇനി സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിലെ OH ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന കാർബൺ 2 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടാണ്. അതിനെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് അതിനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ കീറ്റോൺ കിട്ടുന്നത്. ഓർത്തിരിക്കുക. ഇതാണ് ഒരു മെത്തേഡ്, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, ആൽക്കഹോൾ ഓക്സിഡേഷൻ. പ്രൈമറി ആൽക്കഹോളിന്റെ ഓക്സിഡേഷൻ നടക്കുകയാണ്. OH ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന കാർബൺ ഒരു ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കി രണ്ടിടത്തും 2 ഹൈഡ്രജൻ ആണ്. ഓക്സിഡേഷൻ നടത്തുമ്പോൾ RC ഡബിൾ ബോണ്ട് OH ആയി മാറുന്നു. ഇതാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ RC ഡബിൾ ബോണ്ട് OH. എന്നാൽ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടുന്നു. ആൽഡിഹൈഡ് ഓർത്തിരിക്കുക. OH ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന കാർബൺ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നു. അത് കഴിഞ്ഞ് CO വരുന്നു. പിന്നെ ഉള്ളത് H ആണ്. അതാണ് ആൽഡിഹൈഡ്. ഈ സെക്കൻഡറി ആൽക്കഹോൾ ആണ്. OH ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന കാർബൺ 2 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്.
ഓക്സിഡേഷൻ നടത്തുന്നു. ഓക്സിഡേഷൻ നടത്തുമ്പോൾ അത് RC+O ആയി മാറുന്നു. അതായത് OH എന്തായി മാറുന്നു? O ആയിട്ട് മാറുന്നു. ഡബിൾ ബോണ്ട് O ആയിട്ട് മാറുന്നു. R' ഇവിടെ ഉണ്ട്. ഇനി H ഇവിടുന്ന് പോയി അല്ലെ, H ഇവിടുന്ന് പോയി. അന്നേരം RC+O R ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് RC+O R' കീറ്റോൺ ആയി മാറുന്നു. അന്നേരം സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ നമുക്ക് കീറ്റോൺ കിട്ടുന്നു. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൽഡിഹൈഡ് ആണ്. Aldehydes and ketones can be produced by the oxidation of primary and secondary alcohol respectively using mild oxidizing agents such as KMNO4 or K2Cr2O7. ഓർത്തിരിക്കുക, മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമ്മൾ പഠിച്ചത് പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ ആൽഡിഹൈഡ് കിട്ടുന്നു. സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ കീറ്റോൺ കിട്ടുന്നു. ഇത് തിരിച്ചും വേറൊരു റിയാക്ഷൻ കൂടെ ഉണ്ട്. ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തുവാണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും കേട്ടോ. നമ്മളിവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഓപ്പോസിറ്റ് ആണ്. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ് കിട്ടും. ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ഈ സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ കീറ്റോൺ കിട്ടും. കീറ്റോണിനെ റിഡക്ഷൻ നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് റൂളാണ് അവരുടെ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടും അവർ റിയാക്ഷൻ നടത്തി. അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡാണ് റോസൻമൺ റിഡക്ഷനും സ്റ്റീഫൻ റിയാക്ഷൻ. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് രണ്ടും പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സും കീറ്റോൺസും ആണ്. നമുക്ക് നോക്കാം റോസൻമൺ റിഡക്ഷൻ ആൻഡ് സ്റ്റീഫൻ റിയാക്ഷൻ. ഇവിടെ റോസൻമൺ റിഡക്ഷൻ, ഇവിടെ ബെൻസാൽഡിഹൈഡ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ബെൻസാൽഡിഹൈഡ് എന്താണ്? ബെൻസാൽഡിഹൈഡ് ബെൻസീൻ റിംഗ് എന്ന് CHO ഗ്രൂപ്പ് വന്നിരിക്കുന്നു. ഈ ബെൻസാൽഡിഹൈഡ് ഉണ്ടാകാൻ വേണ്ടിയുള്ള റിയേജന്റ് ആണ് ബെൻസോയിൽ ക്ലോറൈഡ്. എന്താണ് ബെൻസോയിൽ ക്ലോറൈഡ്? ഒരു അസൈൽ ക്ലോറൈഡ് ആണ്. അതല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ RC+O അല്ലെ. ആ OHനെ മാറ്റിയിട്ട് ഇവിടെ Cl വന്നിരിക്കുകയാണ്. Cl, അതുകൊണ്ടാണ് ഇതിന് ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുന്നത്. ആസിഡ് ക്ലോറൈഡ് ഈസ് ഹൈഡ്രജനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കൊടുക്കുക. എങ്ങനെയാണ്? കാറ്റലിസ്റ്റ് വേണം. പലേഡിയം ഓർ ബേരിയം സൾഫേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പലേഡിയം ബേരിയം സൾഫേറ്റിന്റെ സഹായത്താൽ ഹൈഡ്രജനെ ഹൈഡ്രജനേറ്റഡ് ചെയ്യുമ്പോൾ ഈ ബെൻസോയിൽ ക്ലോറൈഡ് ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷനെ പറഞ്ഞ റോസൻമൺ റിഡക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് റോസൻമൺ റിഡക്ഷൻ. ഓർത്തിരിക്കുക എന്താണ് റോസൻമൺ റിഡക്ഷൻ. Acyl chloride is hydrogenated over catalyst palladium on barium sulfate. This reaction is called a Rosenman reduction. Benzoyl chloride ബെൻസാൽഡിഹൈഡ് ആയി മാറുന്നു. ബെൻസാൽഡിഹൈഡ് ആയിട്ടാണ് റോസൻമൺ റിഡക്ഷൻ ആയിട്ട് മാറുന്നത്. എന്നിട്ട് നമ്മളൊരു പ്രിപ്പറേഷൻ മെത്തേഡ് ഓഫ് ബെൻസാൽഡിഹൈഡ് ആണ് റോസൻമൺ റിഡക്ഷൻ. അടുത്താണ് സ്റ്റീഫൻ റിയാക്ഷനകത്ത് നമുക്ക് കാണാം ഇവിടെ എന്താണ് നടക്കുന്നത്. Nitrites are reduced to corresponding imine with the stannous chloride. Nitrates RCN plus SnCl2 plus HCl. നൈട്രൈറ്റ്സിനെ റെഡ്യൂസ് ചെയ്യാണ്. നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്ന RCH ഡബിൾ ബോണ്ട് NH അതിനെ H+ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ RCHO ആയി മാറുന്നു. ഈ റിയാക്ഷനാണ് നമ്മൾ സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. Nitrates are reduced to corresponding imine with the stannous chloride in the presence of hydrochloric acid, which on ഇതാണ് imines എന്ന് പറയുന്നത്. RCH ഡബിൾ ബോണ്ട് NH which on hydrolysis give corresponding aldehyde. നൈട്രൈറ്റ്സിനെ ഇമീൻസ് ആക്കി മാറ്റുന്നു. ആരെ ഉപയോഗിച്ച്? സ്റ്റാനസ് ക്ലോറൈഡിനും HCl ഉപയോഗിച്ച്. RCH ഡബിൾ ബോണ്ട് NH ആണ് ഇമീൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആയി മാറുന്നു. ഈ റിയാക്ഷനെയാണ് സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. Alternatively, nitrites are selectively reduced by diisobutyl aluminum hydride. Diisobutyl aluminum hydride ഷോർട്ട് ഫോം ആണ് DIBALH. Diisobutyl aluminum hydride to imines followed by hydrolysis to aldehyde. നമ്മൾ സ്റ്റീഫൻ റിയാക്ഷനകത്ത് നമുക്ക് ആൽഡിഹൈഡ് ഉണ്ടാക്കിയാണ്. ഈ ആൽഡിഹൈഡ് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? നൈട്രൈറ്റ്സിൽ നിന്നാണ്. സ്റ്റാനസ് ക്ലോറൈഡും HClഉം വെച്ച് ഇതിന് ഇമീനായി മാറുന്നു. RCH ഡബിൾ ബോണ്ട് NH ആണ്. അതിനെ ഹൈഡ്രോളിസിസ് നടത്തി ആൽഡിഹൈഡായി മാറുന്നു. ഈ റിയാക്ഷൻ പറഞ്ഞ പേരാണ് സ്റ്റീഫൻ റിയാക്ഷൻ. ഓക്കെ, ഇതെല്ലാം നമ്മൾ ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് സ്റ്റീഫൻ റിയാക്ഷൻ RC ട്രിപ്പിൾ ബോണ്ട് N ആണ്. RC ട്രിപ്പിൾ ബോണ്ട് Nനെ സ്റ്റാനസ് ക്ലോറൈഡ് HClഉമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ട് പൊട്ടിയിട്ട് ഡബിൾ ബോണ്ട് ആയി ഇമീനായി മാറുന്നു. ഈ ഡബിൾ ബോണ്ട് NH നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ അത് എന്തായി മാറുന്നു? ആൽഡിഹൈഡ് ആയി മാറുന്നു. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഇതായി മാറുന്നു.
അടുത്താണ് ബെൻസോ നൈട്രൈൽ. ഈ നൈട്രൈൽ ഗ്രൂപ്പിന്റെ കൂടെ ഒരു ബെൻസീൻ റിംഗ് വരുവാണ്. ഇത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരുന്നു. ബെൻസീൻ റിംഗ് വന്നാൽ സ്റ്റാൻസ് ക്ലോറൈഡ് HCl ആണെങ്കിൽ ഈ ട്രിപ്പിൾ ബോണ്ട് കൂട്ടിയിട്ട് ഇമീനായി മാറുന്നു CH ഡബിൾ ബോണ്ട് NH. അതായത് റിഡക്ഷൻ നമുക്ക് ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ C ട്രിപ്പിൾ ബോണ്ട് എന്നതിലൂടെ ഹൈഡ്രജൻ വരികയാണ്. അതിന് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ CH ഡബിൾ ബോണ്ട് NH എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പായി മാറുന്നു പ്ലസ് NH3. ഇതാണ് ബെൻസാൽഡിഹൈഡ്. നമ്മൾ ഈ റിയാക്ഷൻ പറഞ്ഞ സ്റ്റീഫൻ റിയാക്ഷൻ. ഓക്കെ, അടുത്ത ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ് ആൽഡിഹൈഡിന്റെ മീഥൈൽ ഗ്രൂപ്പിനെ ഓക്സിഡേഷൻ നടത്തുക. മീഥൈൽ ഗ്രൂപ്പിനെ ഓക്സിഡേഷൻ നടത്തുക. മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബൺ, അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട് അല്ലെ, CH3. ഈ CH3 ആണ് മീഥൈൽ ഗ്രൂപ്പ്. ബെൻസീൻ റിംഗിലൂടെ മീഥൈൽ ഗ്രൂപ്പ് വന്നു, അത് ടൊളുവിൻ എന്നാണ് പറയുന്നത്. ആ CH3 ഗ്രൂപ്പിനെ ഓക്സിഡേഷൻ നടത്തിയാൽ അത് C ഡബിൾ ബോണ്ട് OH ആയുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പായി മാറുന്നു. ഈ റിങ്ങിനെ ആൽക്കൈൽ ഗ്രൂപ്പിനെ ഓക്സിഡേഷൻ നടത്തി ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആക്കുന്ന പ്രോസസ്സാണ് ടാഡ് റിയാക്ഷൻ. ടാഡ് റിയാക്ഷൻ. ആൽക്കൈൽ ഗ്രൂപ്പ് ആരുടെ കൂടെയാണ് വേണ്ടത്? ബെൻസീൻ റിംഗ് അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പിന്റെ കൂടെയാണ് വേണ്ടത്. നമുക്ക് നോക്കാം. ടൊളുവിനെ നമ്മൾ ബെൻസാൽഡിഹൈഡ് ആക്കുകയാണ്. ടൊളുവിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിന് CH3 വരുന്നു. ആ CH3 ഓക്സിഡേഷൻ നടത്തി അത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു. CrO2 Cl2 കാർബൺ ഡൈസൾഫൈഡിന്റെ സാന്നിധ്യത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ക്രോമിയം കോംപ്ലക്സ് ആയി മാറുന്നു. ക്രോമിയം കോംപ്ലക്സ് അതിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ബെൻസാൽഡിഹൈഡ് ആയി മാറുന്നു. ഈ റിയാക്ഷൻ പറഞ്ഞ പേരാണ് ടാഡ് റിയാക്ഷൻ. ടാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ് ടാഡ് റിയാക്ഷൻ. എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ടൊളുവിനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ് ടാഡ് റിയാക്ഷൻ. അവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിന്. ഇവിടെ ക്രോമൈൽ ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ക്രോമൈൽ ക്ലോറൈഡ് CrO2 Cl2. ടൊളുവിനെ ബെൻസാൽഡിഹൈഡ് ആക്കാൻ വേണ്ടി ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. അതുപോലെ ടൊളുവിൻ പ്ലസ് CrO3 പ്ലസ് CH3CO2SO, അതായത് അസറ്റിക് അൺഹൈഡ്രൈഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അസറ്റിക് അൺഹൈഡ്രൈഡ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ CH3 ഓക്സിഡേഷൻ, CH3 ഗ്രൂപ്പ് അത് അസറ്റൈൽ ഗ്രൂപ്പായി മാറുന്നു. CHOCO CH3 അതിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഈ ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ CHO ഗ്രൂപ്പായി മാറുന്നു, ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് ടാഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ബൈ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ടൊളുവിൻ തന്നെ ഉപയോഗിക്കുകയാണ്. അവിടെ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ആണ്. സൈഡ് ചെയിൻ ക്ലോറിനേഷൻ. ടാഡ് റിയാക്ഷൻ നമ്മൾ നേരെ ഓക്സിഡേഷൻ ആണ് നടത്തുന്നത്. മീഥൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആകുമായിരുന്നു. എന്നാൽ നമ്മുടെ ഇവിടെ ബൈ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസിനകത്ത് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ഓഫ് എ ടൊളുവിൻ ഗീവ്സ് ബെൻസാൽ ക്ലോറൈഡ് വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് ബെൻസാൽഡിഹൈഡ്. ബെൻസിൻ റിംഗ് CH3 Cl2 H ന്യൂ ആണ്. അന്നേരം CH3യുടെ Hനെ മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ വന്നു. അതിന് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടുന്നു. അന്നേരം ടൊളുവിൻ ബെൻസാൽ ക്ലോറൈഡ് ആവുന്നു, അതിനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. ഇതാണ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് വഴി നടത്താം. അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൽഡിഹൈഡിനാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. ബെൻസീനിൽ നിന്നാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ വഴി നമുക്ക് ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വേണ്ടത്? ബെൻസീന്റെ കൂടെ കാർബൺ മോണോക്സൈഡ് HCl, അലൂമിനിയം ട്രൈക്ലോറൈഡ് CuCl ആയിട്ട് ഇത് റിയാക്ഷൻ ബെൻസീൻ റിയാക്ഷൻ നടത്തുമ്പോൾ ബെൻസാൽഡിഹൈഡ് ആയി മാറുന്നു. വെൻ ബെൻസീൻ ഓർ ഇറ്റ്സ് ഡെറിവേറ്റീവ് is treated with the carbon monoxide and hydrogen chloride in the presence of anhydrous aluminum chloride or cuprous chloride, it gives benzaldehyde or substituted benzaldehyde. ബെൻസാൽഡിഹൈഡ് ഇങ്ങനെ കിട്ടുന്ന റിയാക്ഷൻ, ഇങ്ങനെ നടക്കുന്ന റിയാക്ഷനാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ വരണം. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത് ബെൻസാൽഡിഹൈഡ് ബെൻസിലിൽ നിന്നുണ്ടാക്കുന്നു. ബെൻസീനിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എന്തൊക്കെയാണ് റിയേജൻസ്? കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഓർ കുപ്രസ് ക്ലോറൈഡ്. ഇറ്റ് ഗീവ്സ് ബെൻസാൽഡിഹൈഡ്. നമ്മള് ഇപ്പം പഠിച്ചത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഗട്ടർമാൻ കോച്ച് ഇത് നമ്മുടെ ആൽഡിഹൈഡ് ബെൻസാൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു. ഇനി കീറ്റോൺ എങ്ങനെയാണ്? കീറ്റോൺ നമുക്ക് ഇവിടെ ഒരു കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ടാവുകയാണ്. RC ഡബിൾ ബോണ്ടോ R. ഇത് നമുക്കറിയാം. ഫ്രം അസൈൽ ക്ലോറൈഡ്, ട്രീറ്റ്മെന്റ് ഓഫ് അസൈൽ ക്ലോറൈഡ് വിത്ത് എ ഡൈ ആൽക്കൈൽ cadmium prepared by the reaction of cadmium chloride with the Grignard reagent gives ketone.
ആസിഡ് ക്ലോറൈഡ് ആണിത്. ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ RC++OCl, അല്ലെങ്കിൽ അതിനെ അസൈൽ ക്ലോറൈഡ് എന്ന് പറയാം. അതിനെ ഡൈ ആൽക്കൈൽ കാഡ്മിയം R2CD എന്ന് പറഞ്ഞാൽ ഡൈ ആൽക്കൈൽ കാഡ്മിയം വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അത് കീറ്റോൺ ആയി മാറുന്നു. കീറ്റോൺ. ട്രീറ്റ്മെന്റ് ഓഫ് ആസിഡ് ക്ലോറൈഡ് വിത്ത് ഡൈ ആൽക്കൈൽ കാഡ്മിയം prepared by the reaction of cadmium chloride with the Grignard reagent gives ketones. ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയം ഉണ്ടാക്കുന്നത് ഗ്രിഗ്നാർഡ് റിയേജന്റിനെ കാഡ്മിയം ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴാണ്. RMgX എന്നാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇക്വേഷൻ RMgX CdCl2 gives R2CD ഡൈ ആൽക്കൈൽ കാഡ്മിയം. ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയത്തെ ആസിഡ് ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് കീറ്റോൺ കിട്ടുന്നു. RCOR ആയി മാറുന്നു. ഓക്കെ, അടുത്താണ് നൈട്രൈൽ. നൈട്രൈലും എന്ന് പറഞ്ഞാൽ C++ എന്നുള്ള കോമ്പൗണ്ട് ആണ് നൈട്രൈൽ അല്ലെ. ആൽക്കൈൽ നൈട്രൈലിനെ നമ്മള് ഇതെന്താണ്, ഇത് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. RMgBr അല്ലെങ്കിൽ C2H5MgBr ഈഥറിന്റെ സാന്നിധ്യത്തിൽ ഇത് ചെയ്യുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതിന്റെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് കീറ്റോൺ കിട്ടുന്നു. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കീറ്റോൺ കിട്ടുന്നു. അന്നേരം ഫ്രം നൈട്രൈൽസ് ട്രീറ്റിംഗ് നൈട്രൈൽ. നൈട്രൈൽ എന്ന് പറഞ്ഞാൽ C++ എന്നുള്ള ഇതാണ് കോമ്പൗണ്ട് നൈട്രൈൽ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഈൽഡ് എ കീറ്റോൺ. കീറ്റോന്റെ പ്രിപ്പറേഷൻ ആണ്. ഇനി അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡാണ് ഫ്രം ബെൻസീൻ ഓർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ഇത് ഒരു കീറ്റോൺ ആണ്. എന്താണ് കീറ്റോൺ? കീറ്റോൺ എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പ് ഉണ്ട് രണ്ട് വശത്തും. അതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത് ബെൻസീൻ റിങ്. ആരെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പോ ആകാം. ഇവിടെ റിയേജൻസ് ബെൻസീൻ ആണ്. വെൻ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ആസിഡ് ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്, ഇറ്റ് അഫോർഡ് ദ കറസ്പോണ്ടിങ് കീറ്റൺ. ദിസ് റിയാക്ഷൻ ഇസ് നോൺ ആസ് ഫ്രീഡൽക്രാഫ്റ്റ് അസിലേഷൻ റിയാക്ഷൻ. ഫ്രീഡൽക്രാഫ്റ്റ് അസിലേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൽ ഗ്രൂപ്പിനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആസിഡ് ക്ലോറൈഡിനകത്ത് RC++OCl നമ്മൾ RC++O ഇവിടെ നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ബെൻസീൻ റിങ്ങിലോട്ട്. അതാണ് ഫ്രീഡൽക്രാഫ്റ്റ് അസിലേഷൻ റിയാക്ഷൻ. ഫ്രീഡൽക്രാഫ്റ്റ് അസിലേഷൻ റിയാക്ഷൻ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ആസിഡ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ട്രൈക്ലോറൈഡ്. ഇറ്റ് ഗീവ്സ് കീറ്റോൺ. ഓക്കെ, നമ്മള് കീറ്റോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ കീറ്റോണാണ് അസറ്റോൺ. CO ഗ്രൂപ്പ് പോളാർ ബോണ്ട് ആണ്. പോളാർ ബോണ്ട് എന്ന് പറഞ്ഞാൽ കാർബണ് പാർഷ്യൽ പോസിറ്റീവും ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും കിട്ടുന്നു. ഇപ്പൊ നമ്മള് ആൽഡിഹൈഡ്സും കീറ്റോൺസിന്റെയും പ്രിപ്പറേഷൻ പഠിച്ചല്ലേ. എന്താണ് ആൽഡിഹൈഡ്സ്? ആൽഡിഹൈഡ്സ് ഹാവ് ദ ജനറൽ ഫോർമുല RCHO. RCHO എന്ന് പറഞ്ഞാൽ C++O ഒരു വശത്ത് R മറ്റേ വശത്ത് H. കീറ്റോൺസ് ഹാവ് ദ ജനറൽ ഫോർമുല RCOR. CO നടുക്ക് രണ്ട് വശത്തും R. ബ്ലാക്ക് കാറ്റ്സ് ആയിട്ട് R ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇനി ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? ഇതൊന്നും കാണാതെ നമ്മൾ മനസ്സിലാക്കണം. ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞാൽ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ്. ആൽഡിഹൈഡ്സ് അണ്ടർഗോ ഓക്സിഡേഷൻ ഫോമിംഗ് കാർബോക്സിലിക് ആസിഡ്. ആൽഡിഹൈഡ്സ് കീറ്റോൺസിനേക്കാളും മോർ റിയാക്റ്റീവ് ആണ്. കാരണം എന്താണ്, അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ടല്ലേ ആൽഡിഹൈഡ്സിനകത്ത്. RC++OH എന്ന് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടാണ് ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്. ആൽഡിഹൈഡ്സ് അണ്ടർഗോ ഓക്സിഡേഷൻ ഫോമിംഗ് കാർബോക്സിലിക് ആസിഡ്. കീറ്റോൺസ് cannot be oxidized without breaking the carbon chain. Ketones cannot be oxidized without breaking the carbon chain. ഇവിടെ ഓക്സിഡേഷൻ എളുപ്പത്തിൽ നടക്കുകയില്ല. ആൽഡിഹൈഡ്സ് ഓൾവേസ് occur at the end of the carbon chain. കാരണം എന്താണ്, എൻഡ് ഓഫ് ദ കാർബൺ ചെയിൻ ഒരു ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടാണ്. ഇനി കീറ്റോൺസ് ഓൾവേസ് ഒക്കർ ഇൻ ദ മിഡിൽ ഓഫ് ദ ചെയിൻ. മിഡിൽ നിൽക്കാൻ കാരണം രണ്ട് വശത്തും എന്താണ്, CO ഗ്രൂപ്പിന് രണ്ട് വശത്തും ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ്സ് യൂഷ്വലി ഫൗണ്ട് ഇൻ വോളറ്റൈൽ കോമ്പൗണ്ട്. കീറ്റോൺസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ഷുഗേഴ്സ്. കീറ്റോണിക് ഗ്രൂപ്പ് കാണുന്നത് ഷുഗേഴ്സിലാണ്. അന്നേരം ഇന്ന് നമ്മൾ പഠിച്ചത് ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും പ്രിപ്പറേഷൻ മെത്തേഡും അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസുമാണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. ഇത് വളരെ ചെറിയൊരു പോർഷനാണ്. നല്ലപോലെ അത് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.